സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ. സോ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഈ വീഡിയോ കാണും. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജെന്യുവൻലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സോ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യാം. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? എന്താണ് ലക്ഷ്മി, ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അത് നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവര്. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മസ്താനിക്ക് എന്താണ് കുഴപ്പം? ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. ഇത് ബിഗ് ബോസിൽ കുറച്ച് ദിവസം വന്ന മുമ്പ് ഒരു പ്രോമാണ്. നമ്മൾ റിയാക്ട് ചെയ്യാൻ കുറച്ച് വൈകി. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സോ ലാലേട്ടൻ വരെ അവരെ വീട്ടിൽ കയറ്റെന്ന് പറയുന്നുണ്ട്. സോ വീട്ടിൽ കയറ്റുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷേ ഇത് നോർമലൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? സോ നമ്മുടെ ഇതിൽ ജെൻഡറായിട്ട് ആകെ 2 ജെൻഡറേ ഉള്ളൂ, ഒന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ. എവിടെ നിന്നാണ് ഈ ബാക്കിയുള്ള ജെൻഡേഴ്സൊക്കെ വന്നത്? ഇതൊക്കെ ജസ്റ്റ് ഒരു മെൻ്റൽ ഇൽനെസ്സാണ്, അതായത് മാനസിക രോഗമാണ്. ഇതൊക്കെ ചികിത്സിക്കേണ്ട കാര്യമാണ്. ശരിക്കും ഇതൊക്കെ ചികിത്സിക്കേണ്ട കാര്യമാണ്. ഇത് എങ്ങനെയാണ് ഇത് ഇത്ര പോപ്പുലറായിട്ട് വരുന്നത്? അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം അടുത്ത് റിയാസ് സലീമൊക്കെ കയറി വന്നിട്ട് ഒരു നോർമലായിട്ടുള്ള കാര്യം എന്തിനാണ് ഇനി നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും ലക്ഷ്മിക്ക് ശരിക്കൊരു ഹാറ്റ് ഓഫ് കൊടുക്കണം, ഇത്രയും നിലപാടെടുത്തതിന്. സോ ഇത് കാരണം തന്നെ ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും ലക്ഷ്മിക്കാണ് വോട്ട് ചെയ്യുന്നത്. സോ ലാലേട്ടനും പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ നോർമലൈസ് ചെയ്യാൻ തോന്നുന്നു? നമ്മുടെ ഈ ഒരു ലോകത്ത് ആകെ 2 മെയിൽസേ ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ദൈവം ഉണ്ടെങ്കിൽ ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടായി വന്നിട്ടുള്ളൂ. അത് മെയിൽ ആൻഡ് ഫീമെയിലാണ്. എങ്ങനെയാണ് ഈ ലെസ്ബിയൻസും അതേപോലെ തന്നെ ഗേസും അതേപോലെ തന്നെ മറ്റ് ജെൻഡേഴ്സ്, ഈ LGBTQ കമ്മ്യൂണിറ്റി എന്നുള്ളതൊക്കെ എന്തിനാണ് വെറുതെ? ഇതൊക്കെ ജസ്റ്റ് ഒരു മെൻ്റൽ ഇൽനെസ് അല്ലേ? ഇതൊക്കെ നോർമലൈസ് ചെയ്യണതിൽ ഇത്ര ആൾക്കാർക്ക് എന്താണ് ഇത്ര ഇൻട്രസ്റ്റ് ഇതിലൊക്കെ? സോ ഇവരൊന്നും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന പോലും ഇല്ല. അവരുടെയൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി, ഇതൊന്നും ഫുള്ള് തെറിയായിരിക്കും അതിൻ്റെ അകത്ത്. ഇതൊന്നും സമൂഹം അംഗീകരിക്കുന്ന പോലും ഇല്ല. സോ ഒരു ട്രാൻസ്ജെൻഡർ നിന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നില്ല, അത് നിങ്ങൾ തന്നെ അത് കണ്ടിട്ടുണ്ടാവും. സോ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ നോർമലൈസ് ചെയ്യാൻ തോന്നുന്നത്? അവർ ആ ഒരു വീഡിയോയിൽ അവരെന്നെ പറയുന്നുണ്ട്, ഞാനൊരു പുരുഷനും അല്ല ഒരു സ്ത്രീയും അല്ല, എനിക്ക് ജസ്റ്റ് ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു പരിഗണന തന്നാൽ മതി എന്നുള്ളത്. പക്ഷേ ഈ റിയാസ് സലീം പോലെയുള്ളവർ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു വിട്ടുന്നത്? ഇത് നോർമലായിട്ടുള്ള കാര്യമാണ്, എന്തിനാണ് ഇനി നോർമലൈസ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത് എന്തൊക്കെയാണ് ഇവ പറഞ്ഞു വിട്ടുന്നത്? സോ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ മിണ്ടാണ്ടിരിക്കുന്നുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ വിറ്റ്. ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് കൂടുതലായിട്ട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ ഇതാക്കണ്ട, നമ്മളെ കാര്യം നോക്കി മിണ്ടാണ്ട് നടക്കുക, അത്രയേ ഉള്ളൂ. പ്രതികരിക്കേണ്ട കാര്യം വരുമ്പോൾ പ്രതികരിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ.